ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുലർച്ചയ്ക്കാട്ടാണ്. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. 4:55 ട്രെയിനുള്ളത്. അപ്പോൾ വേഗം നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അൻവർക്കായിരുന്നു കേട്ടോ എന്നെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പോണത് കോഴിക്കോടാണ്. കോഴിക്കോട് എനിക്കൊരു ക്ലാസ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. പിന്നെ നമ്മൾ ക്ലാസ്സിനായിട്ട് ഇങ്ങനെ കുറച്ച് എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പാലക്കാട് നിന്ന് വരുന്നവരെ. അപ്പോൾ അവരും ഉണ്ട് കൂടെ. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. അവിടെ പോയിട്ടാണ് അവരെ കണ്ടതും പരിചയപ്പെട്ടതെല്ലാം. പിന്നെ അവർ വന്നു കേട്ടോ. അവർ വന്നതും നമ്മൾ വേഗം കമ്പനിയൊക്കെ ആയി. ശരിക്കും ഈ ഒരു ടിപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ തീരെ വേണ്ടാത്ത ആൾക്കാരനെ പോലെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതും നല്ലോണം വർത്താനൊക്കെ പറഞ്ഞ് നല്ല മിങ്കിളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനിൽ കയറിയതും ഞങ്ങൾ 3rd AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ കയറിയതും കടന്നുറങ്ങാൻ ഞാൻ തലകുത്തി നിന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറക്കം വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ക്ലാസ് ടൈമിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ക്ലാസ് ശ്രദ്ധിക്കാനൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ കുറേ വിശപ്പും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കോഴിക്കോട് എത്താനായിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും എണീച്ചു റെഡിയായി. പിന്നെ ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷൻ്റെ ഒരു സ്റ്റോപ്പ് മുന്നേ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റോപ്പല്ലാന്ന് മനസ്സിലായിരുന്നു. വേഗം കയറി. ഞാൻ വെറുതെ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ക്ലാസ്സിലെത്തിയതും എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയും കോഴിക്കോടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയത് ഏകദേശം ഒരു 8 മണി ആ ഒരു ടൈമായിരുന്നു. ട്രെയിന് ശരിക്കും 7:30 ആ ഒരു ടൈം, 7:45 ആകുമ്പോഴേക്കും അവിടെ എത്തേണ്ടതാണ്. പക്ഷേ ജസ്റ്റ് എന്തോ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് ഈ ബ്ലൂ എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഞാൻ ബാക്കി കഥ പറഞ്ഞു തരട്ടെ. ശരിക്കും നമ്മളൊരു 8 മണിക്ക് അവിടെ എത്തിയതും ഫുഡൊക്കെ കഴിച്ച് വേഗം ഇവിടേക്ക് പോകാമെന്ന ക്ലാസ്സിന് കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാതെയാണ് ഞാൻ അവിടെ ഇരുന്നത്. എനിക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. അതും കുറച്ച് യാത്രയൊക്കെ ചെയ്ത് നേരത്തെ എണീച്ചത് കൊണ്ടൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മാമ് ഭയങ്കര കളർഫുള്ളായിട്ട് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഫസ്റ്റ് കണ്ടത് എല്ലാവരും ഒന്ന് നെട്ടിപ്പോയി, ഇത് എന്ത് കോസ്റ്റ്യൂമാണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഡ്രസ് കോഡ് തന്നെ അങ്ങനെ ആയിരുന്നു. ഫുൾ കളർഫുള്ളായിട്ടുള്ള തീമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് കാണാനൊക്കെ. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ അലൂറ ഉണ്ടായിരുന്നു. പിന്നെ ലേവൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താണ് ഗോൾഡൻ കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അലൂറയുടെ ഗ്രൂം സെക്ഷൻ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് അതിൻ്റെ പേരെന്തായിരുന്നു, ഖലീഫ. അങ്ങനെ അവരാണ് മാമിൻ്റെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു രസമുണ്ടായിരുന്നു. ഇടയിൽ ടീ ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചായ കുടിക്കാത്ത ആളായിട്ട് പോലും ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഫുഡ് ഒരു വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തലവേദന അല്ലെങ്കിൽ മൊത്തത്തിൽ ഛർദിയും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ ലാസ്റ്റ് ഒരു 3 മണി ആ ഒരു ടൈമാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി. എന്നെ കൂടുതലുള്ള ആരെയും നോക്കിയില്ല. ഞാൻ വേഗം പോയി ഫുഡ് എടുത്തിട്ട് വന്നു. പക്ഷെ എനിക്ക് വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. കാരണം നേരത്തെ എണീച്ച് അത്രയും നേരം ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് ഫുഡ് അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഛർദ്ദിക്കുമോ എന്നുള്ള പേടി. അങ്ങനെ മൊത്തത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം വെള്ളമൊക്കെ അത്യാവശ്യം കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടിയാണ് എൻ്റെ കൂടെ കോഴിക്കോട് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അപ്പുറത്തിരിക്കുന്നത് പാലക്കാട്ടുകാരി തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ പാലക്കാട് ടൗണിലുള്ള കുട്ടി തന്നെയായിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. Forever 52ൻ്റെ ആയിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ ലൈനർ വെച്ച് യൂസ് ചെയ്താലും രസം ഉണ്ടാവും കേട്ടോ. വെറുതെ ഇടാൻ വലിയ രസം ഉണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ഇട്ടിട്ടാണ് ഈ ഒരു കളറ്. വെറുതെ ഇടുമ്പോൾ പ്ലെയിനായിട്ടുണ്ട്, വലിയ രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ മിക്സ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഒരു 4 മണിയായപ്പോൾ നമുക്ക് വീണ്ടും ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഇത്തവണ ചായയാണോ കോഫിയാണോ വേണ്ടി ചോദിച്ചു. അപ്പോൾ കോഫി വേണം പറഞ്ഞപ്പോൾ കോഫി തന്നു. പിന്നെ ലേവൈറ്റ് ആയിരുന്നു, നമുക്ക് ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഡസ്കി സ്കിൻ ടോൺ ആട്ടോ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഗോൾഡൻ കപ്പുകാരും പിന്നെ മാക്മിഡുകാരും
4:52 നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വേഗം ഞങ്ങളുടെ ട്രെയിൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിൻ. ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു, കാരണം ക്ലാസ് കഴിയാൻ അത്യാവശ്യം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിന് പോയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള കഴിഞ്ഞ് വരികയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ, ഹനാൻഷൻ്റെ പാട്ടാണ് ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് കോഴിക്കോട്. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ട്രെയിന് മിസ്സായി. ഇനി അടുത്ത ട്രെയിനിൽ പോകാച്ചിട്ടാണ്. നമ്മൾ വൈകിട്ട് തന്നെ ക്ലാസ്സൊക്കെ ഫുൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ ഇറങ്ങാം. ഓക്കെ ബൈ. ഈ റോഡ് നേരെ പോണത് ഹനാൻഷാൻ്റെ പരിപാടിൻ്റെ സ്ഥലത്ത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞൊരു ടൈമുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ദൂരം നടക്കല്ല ഓടുമായിരുന്നു, സമയം വൈകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓടിയിട്ട് ലാസ്റ്റ് നമുക്കൊരു ഓട്ടോ കിട്ടി. വേഗം ഈ ഏട്ടൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടൊരു ഇടുക്കഴി കൂടെ ഒക്കെ കൊണ്ടുപോയി വേഗം നമ്മളെ സ്റ്റേഷൻ്റെ ബാക്കിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം കയറി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓടാണ് ഞങ്ങൾ. ട്രെയിൻ മിസ്സായെന്ന് വെച്ചാൽ പിന്നെ അടുത്ത ട്രെയിനുള്ളത് 11 മണിക്കാണ്. അത്ര നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. ഞങ്ങൾ പോകുമ്പോൾ നല്ല റിച്ച് ആയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു, 3rd AC-ലൊക്കെ. പക്ഷേ തിരിച്ചു വരുമ്പോൾ നല്ല അടിപൊളി കഞ്ഞിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കിൻ്റെ ഇടയിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അൻവർക്കയും പിന്നെ എൻ്റെ കൂടെയുള്ളവരുടെ ഹസ്ബൻഡ്സൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ വീടെത്തി അവരെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കടയിൽ നിന്നൊരു ഹണി അൽഫാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി ഈ വീഡിയോ എടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ, ക്ഷീണമൊക്കെ മാറിയ ശേഷം എടുക്കുന്നത്. ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ബാച്ച് ചേർക്കായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് ദുബായ് ബ്രാൻഡായിട്ടുള്ള 4:52 പിന്നെ മാക്മിഡ് ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡൻ കപ്പ് ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലേവൈറ്റ് ആരുണ്ടായിരുന്നു. ലേവൈറ്റ് ഞങ്ങൾക്ക് ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഇപ്പം തന്നെ നിൽക്കുന്നു. ഫോറെവർ എന്തൊക്കെയാണ് തന്നത് കാണിച്ചു തരാം. ഒരു ഹൈലൈറ്റർ കേട്ടോ, ഇത് നല്ല ഹൈലൈറ്റർ. ഞാൻ പൊട്ടിച്ച് നോക്കിയതായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ രണ്ടാമത് എടുക്കുന്ന വീഡിയോ എടുത്തത്. ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി. ബസ്സിലാന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റർ ഞാൻ കാണിച്ചു തരാം. നല്ല ഹൈലൈറ്ററാ, നല്ല ഹൈലൈറ്റർ കേട്ടോ, നല്ല ഹൈലൈറ്ററാണ്. പിന്നെ ഉള്ളത് ബ്ലഷ് കേട്ടോ. ഇത് ശരിക്കും ബ്ലഷാന്ന് പറയാൻ പറ്റില്ല, അമ്മാതിരി കളറാണ്. ഇതാണ് ബ്ലഷിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഇതാണ് കളർ കേട്ടോ. ഞാൻ ബ്ലഷ് കാണിച്ചു തരാം. ഇതാണ് കളർ. ഇതാണ് ബ്ലഷിൻ്റെ കളർ വരുന്നത്. ഇതാണ് ബ്ലഷിൻ്റെ കളർ വരുന്നത്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ ബ്ലഷ് പോലെയില്ല. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഒലൈൻസിൻ്റെ ലെൻസാട്ടോ. നല്ല ഷെയ്ഡാണ്, ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. നല്ല ബ്രാൻഡാട്ടോ ലെൻസിൽ. 1 ടൈം യൂസാണ്, പക്ഷെ നല്ല ബ്രാൻഡാണത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ട് കണ്ണിൽ നല്ല എന്താ പറയുക തിൻ ലെയറാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ലെൻസാണത് ലെൻസിൻ്റെ. പിന്നെ ഇതൊരു മേക്കപ്പ് റിമൂവർ ആട്ടോ. നല്ല റേറ്റ് ഉണ്ട്, നല്ല സാധനമാണ്. പിന്നെ മാക്മിഡിൻ്റെ ആണ് ബാക്കി വരുന്നത്. ഒരു വൈപ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഷൈനിങ് സ്പ്രേ, നമുക്ക് വല്ലാണ്ട് ചെറുതാണ്. ഒരു ഷൈനിങ് സ്പ്രേ ആണ് തരുന്നത്. പിന്നെ തന്നിട്ടുള്ളത് ഫോക്സ് സ്റ്റുഡിയോൻ്റെ ഒരു ഫൗണ്ടേഷൻ ആട്ടോ. ഈ ഫൗണ്ടേഷൻ എനിക്ക് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് ഒട്ടും പിടിയില്ല. കാരണം ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്
ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. എന്തായാലും കോണ്ടോർ ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതാണ്. അതും ഇവിടെ അതും കിട്ടുക. ഹലോ ഗെയ്സർ, ഹലോ ഗെയ്സറാ, ഹലോ ഗെയ്സറാ, സുഖാണോ? ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഈ ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷൻ ഒക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ വേറെ ഷെയ്ഡിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ വേറെ ബ്രാൻഡായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്. പിന്നെ വരുന്നത് നല്ലൊരു ഹെയർ എക്സ്റ്റൻഷൻ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലത് തന്നെയാണ്. പൊട്ടിച്ച് കഴിച്ചാൽ ഞാൻ നോക്കിയതാണ്, നല്ല എക്സ്റ്റൻഷൻ തന്നെയാണ്. നല്ല അടിപൊളി എക്സ്റ്റൻഷനൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അവർ ഗിഫ്റ്റ് തന്നത്. പിന്നെ ഗോൾഡൻ കപ്പുകാർ ഇതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. എൻ്റെ ബാഗ് എടുക്കല്ലേ അതോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇതോടെ കഴിയാണ്. ഓക്കെ, ബൈ. ബൈ. ഷ്യൂ.